ശരാശരിയാണ് കണ്ടെത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 14 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് അവിടെ ആൻസർ ചെയ്ത് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ശരാശരി കാണാനുള്ള സൂത്രവാക്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ശരാശരി സമം തുക ബൈ ആകെ എണ്ണം, അല്ലെങ്കിൽ ആവറേജ് ഇസ് ഈക്വൽ ടു സം ബൈ ടോട്ടൽ നമ്പർ. അതായത് തന്ന സംഖ്യകൾ എടുക്കുക, ആ സംഖ്യകൾ തമ്മിൽ പ്ലസ് ചെയ്യുക, പ്ലസ് ചെയ്തിട്ട് സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ 3, 4, 5 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എണ്ണം 3 ആയതുകൊണ്ട് 3, 4, 5 കൂടെ പ്ലസ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ അവിടെ 4 എന്ന് ലഭിക്കുന്നു. 3 മോഡൽ ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 10, 15, 17. ഇവിടെ ശരാശരി കാണാൻ പറഞ്ഞാൽ 10ഉം 15ഉം 17ഉം കൂടെ പ്ലസ് ചെയ്യുന്നു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എണ്ണം 3 ആയതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ 5 നമ്പറാണുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 100, 80, 70, 115, 50 5 നമ്പറാണുള്ളത്. ആ 5 നമ്പർ പ്ലസ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. തന്ന സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക, സംഖ്യകളെല്ലാതും കൂടെ പ്ലസ് ചെയ്തിട്ട് സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ ശരാശരി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. താഴോട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. ഇനി എണ്ണൽ സംഖ്യകളാണ് തരുന്നതെങ്കിൽ, എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 എക്സെട്ര ഈ നമ്പേഴ്സിനാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണൽ സംഖ്യകളാണെങ്കിൽ ചെയ്യാൻ ഉള്ള എളുപ്പവഴിയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എണ്ണൽ സംഖ്യകളുടെ എണ്ണം ഒറ്റയാണെങ്കിൽ, ഒറ്റ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ 1, 3, 5, 7, 9 എക്സെട്ര ആ രീതിയിലാണ് വരുന്നതെങ്കിൽ കൃത്യം നടുക്കുള്ള നമ്പർ ആയിരിക്കും ശരാശരി. ഇരട്ട സംഖ്യയാണെങ്കിൽ, അതായത് 2, 4, 6, 8, 10 എക്സെട്ര സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ കൃത്യം നടുക്ക് വരുന്ന 2 സംഖ്യകൾ കൂടെ പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായിരിക്കും ശരാശരി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് 1, 2, 3, 4, 5 എന്ന നമ്പേഴ്സാണ്. അപ്പോൾ എണ്ണം ഇവിടെ 5 ആണ്. എണ്ണം 5 ആയതുകൊണ്ട് ഒറ്റസംഖ്യയാണ്. ഒറ്റസംഖ്യയാണെങ്കിൽ കൃത്യം നടുക്കുള്ള സംഖ്യയായിരിക്കും ശരാശരി. 3 ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ 1, 2, 3, 4, 5, 6 നമ്പേഴ്സ് ഉണ്ട്. കൃത്യം നടുക്ക് അവിടെ 3, 4 എന്ന് വന്നിട്ടുണ്ട്. അതവിടെ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 നമ്പേഴ്സാണ് കൃത്യം നടുക്ക് വന്നിരിക്കുന്നത്. ആ 2 നമ്പർ പ്ലസ് ചെയ്യുക. 3 + 4 = 7 എന്ന് വരും. 7ൻ്റെ പകുതി 3.5. അതായത് ഇരട്ട സംഖ്യയാണെങ്കിൽ കൃത്യം നടുക്ക് വരുന്ന 2 സംഖ്യകൾ തമ്മിൽ പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായിരിക്കും ആൻസർ. ഇനി ഇത് ശരിയാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ തൊട്ട് താഴെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ പ്ലസ് ചെയ്തിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 21/6 = 3.5 എന്ന് വന്നു. അപ്പോൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്പർ എല്ലാതും കൂടെ പ്ലസ് ചെയ്തിട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. സംഖ്യകളുടെ എണ്ണം ഒറ്റയാണോ ഇരട്ടയാണോ എന്ന് നോക്കിയതിന് ശേഷം ആൻസർ ചെയ്താൽ മതി. ഇനി അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്നത് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2-3 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5, 6, 7, 8, 9 5 നമ്പറാണുള്ളത്. 5 എന്നുള്ളത് ഒറ്റസംഖ്യയാണ്. അപ്പോൾ കൃത്യം നടുക്കുള്ള സംഖ്യ 7, അതാണ് അതിൻ്റെ ശരാശരിയായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 101, 102, 103, 104, 105, 106, 107 7 സംഖ്യകളാണുള്ളത്. അപ്പോൾ കൃത്യം നടുക്ക് വരുന്നത് 4ാമത്തെ സംഖ്യയാണ്. അതവിടെ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് 4ാമത്തെ സംഖ്യയാണ് അതിൻ്റെ ശരാശരിയായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 88 മുതൽ 98 വരെ അവിടെ 11 നമ്പർ ഉണ്ട്. നിങ്ങൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ അറിയും 11 നമ്പർ ഉണ്ട്. 11 നമ്പർ ഉണ്ടെങ്കിൽ കൃത്യം നടുക്ക് വരുന്നത് 6ാമത്തെ സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇവിടെ 6ാമത്തെ സംഖ്യ എന്നുള്ളത് 93 ആണ്. 93 ആണ് ഇതിൻ്റെ ശരാശരിയായിട്ട് വരുന്നത്. അതേപോലെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. സംഖ്യകളുടെ എണ്ണം ഒറ്റസംഖ്യയാണെങ്കിൽ കൃത്യം നടുക്കുള്ളതായിരിക്കും ശരാശരി, നടുക്കുള്ള സംഖ്യയായിരിക്കും ശരാശരി. ഇനി സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ 7ാമത്തെ ചോദ്യം നോക്കുക. 7, 8, 9, 10 4 നമ്പറേ ഉള്ളൂ. അത് ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ ആയതുകൊണ്ട് കൃത്യം നടുക്കുള്ള 2 സംഖ്യകൾ 8ഉം 9ഉം അത് 2 കൂടെ പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8, 9 കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 17 വരും. 17നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8.5 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്.
അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. 6 നമ്പർ ഉണ്ട്. 6 നമ്പർ ആകുമ്പോൾ കൃത്യം നടുക്ക് 13ഉം 14ഉം വരും. 13ഉം 14ഉം കൂടെ പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 27 വരും. 13ഉം 14ഉം കൂടെ പ്ലസ് ചെയ്താൽ 27/2 എന്നുള്ളത് 13.5 എന്ന് വരും. കൃത്യം നടുക്കാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതായത് ഇരട്ട സംഖ്യയാണെങ്കിൽ നടുക്കുള്ള 2 സംഖ്യകൾ തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് അവിടെ ആൻസർ കിട്ടുന്നുണ്ടാവുക. അത് ശ്രദ്ധിച്ചാൽ മതി. ഈ 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും ചെയ്യുക. ഇനി അടുത്തത്, തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ് തരുന്നതെങ്കിൽ, തരുന്ന സംഖ്യകൾ ഒറ്റ സംഖ്യകളാണെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടെത്താമെന്നുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1, 3, 5, 7, 9 നിങ്ങൾ പ്ലസ് ചെയ്ത് നോക്കിയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 എന്ന ആൻസർ കിട്ടും. ഇവിടെ 5 നോക്കുക, കൃത്യം നടുക്കുള്ള സംഖ്യയാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് 3, 5, 7, 9 4 സംഖ്യകളാണുള്ളത്. 4 സംഖ്യകൾ വന്നിട്ടുണ്ട്. അത് പ്ലസ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 6 എന്ന ആൻസർ വന്നു. 6 എന്നുള്ളത് എങ്ങനെയാണ്? 5ൻ്റെയും 7ൻ്റെയും നടുക്കുള്ള സംഖ്യയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തുടർച്ചയായ ഒറ്റ സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ കൃത്യം നടുക്കുള്ളതായിരിക്കും സംഖ്യകളുടെ ശരാശരി. സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ, അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോലെ 4, 6, 8, 10 അങ്ങനെയാണ് സംഖ്യകളുടെ എണ്ണം വരുന്നതെങ്കിൽ കൃത്യം നടുക്കുള്ള 2 സംഖ്യകൾ പ്ലസ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ 15 ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇവിടെ 6ാമത്തെ ക്വസ്റ്റ്യൻ 555, 557, 559, 561, 563 5 നമ്പറാണുള്ളത്. 5 എന്നുള്ളത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യം നടുക്കുള്ള സംഖ്യ 559 ആയിരിക്കും ഇതിൻ്റെ ശരാശരിയായിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ അത് ഫുള്ളായിട്ട് പ്ലസ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇതേ ആൻസർ ആയിരിക്കും ലഭിക്കുന്നത്. ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യനിലും അതേപോലെ തന്നെ 7 നമ്പറാണുള്ളത്. 7 നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൃത്യ നടുക്കുള്ള സംഖ്യ 167 ആണ് ആൻസർ വരുന്നത്. ഇനി ഇരട്ട സംഖ്യയായിട്ട് വരുന്നതിൻ്റെ ഒന്ന് നോക്കാം. 14ാമത്തെ ചോദ്യം 2001, 2003, 2005, 2007 4 സംഖ്യകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 4 എന്നുള്ളത് ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യം നടുക്കുള്ള 2 സംഖ്യകൾ പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 2003ഉം 2005ഉം ആണ് നടുക്കുള്ളത്. അത് 2 കൂടെ പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത നമ്പർ ആയിരിക്കും വരുന്നുണ്ടാവുക. 2004 ആണ് ഇതിൻ്റെ ശരാശരിയായിട്ട് ലഭിക്കുക. ഇതേപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. ഇനി തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളാണ് തരുന്നതെങ്കിൽ അതും ഇതേ മോഡലിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. 2, 4, 6, 8, 10 5 സംഖ്യകൾ, കൃത്യം നടുക്കുള്ള സംഖ്യയാണ് ശരാശരി. ഇവിടെ ചെയ്തതിൻ്റെ ആൻസറും 6 തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് 4 സംഖ്യകൾ, ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ കൃത്യം നടുക്ക് വരുന്ന 14ഉം 16ഉം ആ 2 നമ്പറോടെ പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അന്നേരം കിട്ടുന്നതും ഇതേ ആൻസർ 15 തന്നെയായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 12, 14, 16, 18 എന്നുള്ളത് ഇരട്ട സംഖ്യകളാണ്. 14ൻ്റെയും 16ൻ്റെയും കൃത്യം നടുക്ക് വരുന്ന സംഖ്യയാണ് ശരാശരി എന്ന് മനസ്സിലാക്കിയാലും മതി. അപ്പോൾ 14ൻ്റെയും 16ൻ്റെയും കൃത്യം നടുക്ക് വരുന്നത് 15. അതേ രീതിയിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക. ഇനി ഇവിടെ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 100, 102, 104, 106 4 നമ്പറാണുള്ളത്. 4 ആണെങ്കിൽ ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യ ആണെങ്കിൽ കൃത്യം നടുക്ക് 2 എണ്ണം, 102ഉം 104ഉം. 102ൻ്റെയും 104ൻ്റെയും കൃത്യം നടുക്കുള്ള നമ്പർ 103 ആയിരിക്കും ആൻസർ. ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാലും മതി. ഇനി അടുത്തത്, ആദ്യം നമ്മൾ പറഞ്ഞത് ഒറ്റ സംഖ്യകളുടെ കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇരട്ട സംഖ്യകളുടെ പറഞ്ഞു. ഇനി സംഖ്യാശ്രേണികളാണെങ്കിൽ സംഖ്യ ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആ മോഡലിലല്ല വന്നിരിക്കുന്നത്. അത് സാധാരണ ശരാശരി കാണുന്ന രീതിയിൽ ചെയ്താൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ശ്രദ്ധിക്കുക. 11, 21, 31, 41, 51 അതായത് ഇവിടെ 10 വെച്ചാണ് നമ്പർ കൂടി പോകുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ നേരത്തെ നോക്കിയ അതേ മോഡലിൽ തന്നെ ആൻസർ ചെയ്താൽ മതി. ഇല്ലാതെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യം നടുക്കുള്ള നമ്പർ, അതായത് ഒറ്റ എണ്ണം നോക്കുക. സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ കൃത്യം നടുക്കുള്ളതായിരിക്കും
ആൻസർ സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ കൃത്യം നടുക്കുള്ള രണ്ട് നമ്പർ തമ്മിൽ പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതല്ലെങ്കിൽ ആ കൃത്യം നടുക്കുള്ള രണ്ട് സംഖ്യകളുടെ നടുക്ക് വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാലും മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 11, 21, 31, 41, 51. 5 സംഖ്യകൾ കൃത്യ നടുക്ക് 31 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ 3, 2, 5 നമ്പറാണുള്ളത്. 5 നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൃത്യനടുക്ക് 21 ആണ് അതിൻ്റെ ശരാശരി. കാരണം ഇതിലെല്ലാം 7, 14, 21, 28, 35 7 വെച്ചാണ് കൂടി പോകുന്നത്. ഒരേ രീതിയിലാണ് സംഖ്യകൾ കൂട്ടി എഴുതി പോകുന്നതെങ്കിൽ കൃത്യം നടുക്കുള്ള സംഖ്യ ഒറ്റ സംഖ്യയാണെങ്കിൽ, സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ കൃത്യം നടുക്കുള്ള സംഖ്യയായിരിക്കും അതിൻ്റെ ശരാശരി. ഇനി 11ാമത്തെ ചോദ്യം നോക്കുക. 200, 250, 300, 350. 4 നമ്പർ കൃത്യനടുക്ക് 2 നമ്പർ വന്നു. 250ഉം 300ഉം. 250 + 300 ചെയ്ത് നോക്കുക. 550 വരും. 550നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 275 എന്ന് വരും. 275 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അതല്ലാതെ ഈ സംഖ്യകളെല്ലാതും കൂടെ ഒന്നിച്ച് പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ വേറെ രീതിയിൽ നോക്കാം. 250, 300 50 വെച്ചല്ലേ കൂടിപ്പോയിരിക്കുന്നത്. 50 വെച്ചാണ് കൂടിപ്പോയതെങ്കിൽ 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ 25 എന്ന് വരും. അത് ആ 250ൻ്റെ കൂടെ 25 കൂട്ടിയാൽ 275. ആ രീതിയിൽ വേണമെങ്കിലും ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. ചെയ്ത് നോക്കുക. താഴെ മോഡൽ കൊടുത്തിട്ടുണ്ട്. 2ാമത്തെയും 13ാമത്തെയും ക്വസ്റ്റ്യൻ അവിടെ മോഡലായിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇനി ഇപ്പോൾ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 13 എണ്ണം. നമ്പേഴ്സ് തരുന്നതിൽ പ്രത്യേകതകളൊന്നും ഇല്ല എങ്കിൽ, വെറുതെ കുറച്ച് നമ്പേഴ്സ് തന്നിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സംഖ്യകൾ കൂട്ടി സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകത എന്തൊക്കെയായിരിക്കണം? ഒറ്റ സംഖ്യകളായിരിക്കണം, അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ, അതും അല്ലെങ്കിൽ സംഖ്യാശ്രേണിയിലുള്ളത്, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. ഈ രീതിയിലൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ സംഖ്യകളുടെ എണ്ണം നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കാതെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ കൃത്യം നടുക്കുള്ളതായിരിക്കും ശരാശരി. സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ കൃത്യം നടുക്ക് വരുന്ന രണ്ട് സംഖ്യകൾ പ്ലസ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തന്നിരിക്കുന്ന ഈ 13 ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക.